ഈ വീഡിയോയിൽ 5 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന SUVകളെ കുറിച്ച് പറയാം. കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോഴേ 2 കമൻറ്റാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, 2 കമൻറ്റുകൾ വെറുതെ വീഡിയോ ഉണ്ടാക്കരുതിട്ടോ ബ്രോ എന്നൊരാൾ പറഞ്ഞു. വീഡിയോ ഉണ്ടാക്കാനായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തല്ലോ, അപ്പോൾ അടുത്തൊരു വണ്ടിക്കുള്ള ഒരു ഹണ്ട് നടക്കുന്നുണ്ട് ഉള്ളിലൂടെ, പെട്ടെന്ന് ആകുന്നല്ല നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വണ്ടി നോക്കാൻ പോകുമ്പോഴും വണ്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്നാൽ ഇതെൻ്റെ പ്രേക്ഷകർക്ക് കൂടി പറഞ്ഞു കൊടുക്കാം, അവർക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന്. അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കമൻറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഫോർഡ് ഇല്ലാത്തതാണ്. അതായത് ബേസിക്കലി ഞാൻ കൊടുത്ത വണ്ടി ഫോർഡാണ്. അപ്പോൾ ആ ബ്രാൻഡിലേക്ക് എനിക്ക് പോകാൻ ഒരു ഉദ്ദേശം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോർഡിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോയിൽ ആ 2 പരാതികൾ ഞാൻ അങ്ങ് പരിഹരിക്കുകയാണ്. ആദ്യത്തെ പ്രശ്നം വീഡിയോ ഉണ്ടാക്കാനാണ്. അതെ, ഇതും അങ്ങനെ തന്നെയാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങിയാൽ ഉപയോഗിക്കാൻ പറ്റുന്ന SUVകൾ, അതിൽ കോമ്പാക്ട് SUVകളുണ്ടോ, വലിയ SUVകളുണ്ടോ, MPVകളുണ്ടോ, എല്ലാം നോക്കാം നമുക്ക്. ഇപ്പോൾ ജിംനിയാണ് എൻ്റെ ഡെയിലി ഡ്രൈവർ. വണ്ടി പോയിട്ടൊരു മാസമായി, ഫിഗോ അസ്വയർ പോയിട്ട്. മീഡിയ വണ്ടികളൊന്നും ഞാൻ ഈ മാസം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു മാസം മുഴുവനായിട്ട് എനിക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഉപയോഗത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഒരു പെട്രോൾ വണ്ടിയായിട്ടുള്ള ജീവിതം, എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, എത്ര കിലോമീറ്റർ ഓടിച്ചു, G63 AMG ഓടിച്ചു എന്നൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വന്നാൽ 5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന SUVകളുടെ ലിസ്റ്റ് എടുത്താൽ 5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന 5 SUVകൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വലിയൊരു ട്രെൻഡ് ഉണ്ട്. നമ്മൾ മാർക്കറ്റ് പ്ലേസ് നോക്കുമ്പോഴും മറ്റുള്ള വെബ്സൈറ്റുകൾ നോക്കുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വണ്ടികൾ വളരെ കുറച്ചാണെങ്കിൽ അതിൻ്റെ ബാക്കി ഒരു വലിയ ലിസ്റ്റ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണാൻ പറ്റും. യൂസ്ഡ് കാർ ഡീലർഷിപ്പായിട്ട് 5 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി തരട്ടെ, 4 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി തരട്ടെ, 3 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ ഘോരം പ്രസംഗിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് റീച്ചും ഉണ്ട് കേട്ടോ. നല്ല കാര്യമാണ്, അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാമെങ്കിൽ നല്ല കാര്യമാണ്. ഫോർഡ് ആസ്പയർ വിറ്റിട്ട് ആ പൈസ കൂടെ കുറച്ചുകൂടി കാശ് കൂട്ടി നമ്മൾ ലേറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയും. അതായത് ചെറിയ വണ്ടി കൊടുത്ത് അതിൻ്റെ അതേ വിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി കാശോ കൂട്ടിയിട്ട് വലിയൊരു വണ്ടി അല്ലെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിലെ വണ്ടി വാങ്ങുന്നതിനാണ് നമ്മൾ ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ആ അപ്ഗ്രേഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു വീഡിയോയിലും. അപ്പോൾ ഡയറക്റ്റായിട്ട് മേടിക്കാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്നത് ഫോർഡ് ഇക്കോസ്പോർട്ടാണ്. ഓക്കെ, ഇക്കോസ്പോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യ ജനറേഷൻ വണ്ടികൾ 93 PS ഉള്ള വണ്ടികളുണ്ട്. എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ട് എഞ്ചിൻ കമ്പനി തന്നെ മാറ്റി കൊടുത്ത ആ ഒരു മോഡലുണ്ട്. അതിൻ്റെ ടൈറ്റാനിയൊക്കെ നമുക്കൊരു 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്കുള്ളൊക്കെ കിട്ടും. അത്യാവശ്യം ഓടിയ വണ്ടികളല്ല ഞാൻ പറയുന്നത്, ഓടാത്ത വണ്ടികൾ. ഓടിയ വണ്ടികൾ കുറേ ഉണ്ട്. ഏത് വണ്ടി നോക്കിയാലും 1 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. അപ്പോൾ നമ്മുടെ തമ്പ് റൂൾ എന്ന് പറയുന്നത് 50,000 മുതൽ മുകളിലേക്കുള്ള വണ്ടികൾ, 1 ലക്ഷം കിലോമീറ്റർ താഴെ ഉള്ള വണ്ടികളെ വാങ്ങൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇക്കോസ്പോർട്ട് ഒരു നല്ല ഓപ്ഷനാണ്. വലിയ വ്യത്യാസം വേണ്ട, ഒരു SUV ബോഡി മതിയെങ്കിൽ എനിക്ക് തോന്നുന്നു ആസ്പയറും ഫിഗോ ആണ് അതിനേക്കാളും ഫൺ ടു ഡ്രൈവ്. പക്ഷേ ആ കാണാനുള്ള ഭംഗിയാണ്, റൈഡ് ക്വാളിറ്റി, അതുപോലെ ഒരു വലിയ വണ്ടി എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് ഇക്കോസ്പോർട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഇക്കോസ്പോർട്ട് ഒരു നല്ല ഓപ്ഷനാണ്. അതിൻ്റെ കംപ്ലയിൻസ് എന്തൊക്കെയാണ്? ഫിഗോയ്ക്കുള്ള ആസ്പയറിനുള്ള കംപ്ലയിൻസുകൾ തന്നെയാണ്. ആ എഞ്ചിൻ അത്യാവശ്യം റിലയബിളാണ്. ഇന്ത്യയിൽ വളരെ റിലയബിളായിട്ടുള്ള ഡീസൽ എഞ്ചിനുകൾ എന്ന് പറയുന്നത് ഒന്ന് ടൊയോട്ട, ഒന്ന് നിസാൻ, ഒന്ന് ഫോർഡ്, ഒന്ന് ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടികളിൽ ഒന്നെന്ന് പറയുന്നത് ഇക്കോസ്പോർട്ടാണ്. ഇക്കോസ്പോർട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ട്രെൻഡ് മോഡലുണ്ടല്ലോ, അതായത് 2015 ആ റേഞ്ചിൽ ട്രെൻഡ് മോഡൽ, അത് 1 ലക്ഷം കിലോമീറ്റർ മുകളിൽ ഓടിയ വണ്ടികളൊക്കെ ഞാൻ ഈ ഒരു റേഞ്ചിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് അത് റെക്കമെൻഡബിൾ അല്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടികളെന്ന് പറയുന്നത് 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയാൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയ ഇക്കോസ്പോർട്ടുകൾ, ഡീസൽ ഇക്കോസ്പോർട്ടുകൾ നമുക്ക് മേടിക്കാം. പെട്രോളും മേടിക്കാം, പെട്രോളിന് ഓട്ടോമാറ്റിക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ 5 ലക്ഷം രൂപ താഴെ വണ്ടി വാങ്ങുന്ന ആളുകളുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡീസൽ SUVകളാണ്, ഡീസൽ കാറുകളാണ്. ഡീസലിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫോർഡ് ഇക്കോസ്പോർട്ട് ഒരു ഓപ്ഷനായിട്ട് വയ്ക്കാം. ഇനിയുള്ളത് ഇന്ത്യയിൽ SUVകൾ, അതായത് വലിയ SUVകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ തുടക്കം കുറിച്ചൊരു വണ്ടിയാണ് റെനോ ഡസ്റ്റർ. അറിയാലോ, റെനോ ഡസ്റ്റർ എന്ന് പറയുന്നത് ഡാസിയ ഡസ്റ്ററിൻ്റെ ഇന്ത്യൻ വേർഷൻ എന്നൊക്കെ പറയാം. പക്ഷേ പുതിയ ഡസ്റ്റർ ആണെങ്കിലും അതേ പ്ലാറ്റ്ഫോമൊന്നുമല്ല, ഇന്ത്യക്ക് വേണ്ടി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ മോഡലുകൾ, ആദ്യം വന്ന മോഡലുകൾ നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റും. ഓൾ വീൽ ഡ്രൈവ് മേടിക്കാം, 110 PS മേടിക്കാം. ഏറ്റവും റിലയബിൾ എന്ന് പറയുന്നത് 85 PS ആണ്. അത് ഇഞ്ചക്ടർ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് 110 PS ഓൾ വീൽ ഡ്രൈവ് കിട്ടുകയാണെങ്കിൽ ഇഞ്ചക്ടർ ഇഷ്യൂസ് വലിയ പ്രശ്നമൊന്നുമില്ലാതായിട്ട് പോകും. കാരണം പലരും പല ലോക്കൽ ഡീലേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ നിന്ന്, ലോക്കൽ പാർട്സ് സ്റ്റോറിൽ നിന്നൊക്കെ ഈ ഇഞ്ചക്ടർ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
വളരെ തുച്ഛമായ പൈസയ്ക്ക്. അപ്പോൾ നല്ല ലാഭത്തിൽ കിട്ടുകയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വണ്ടി മേടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒരു 10,000, 25,000, 30,000 രൂപ ഇഞ്ചക്ടറിന് വേണ്ടി കാത്തു വെച്ചാൽ മതി. അത് കുറച്ചുകൂടി ഫണ്ണാണ്. ഓൾ വീൽ ഡ്രൈവിന് കുറച്ചുകൂടി ടോർക്ക് ഉണ്ട്, ടർബോ ലാഗ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ 4 വീലിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഇന്നത്തെ ഡസ്റ്റർ നമ്മൾ പറയുന്നുണ്ട് ഭയങ്കര റൈഡ് ക്വാളിറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അന്ന് വന്നപ്പോൾ ഈ 4 വീലിൽ ഇൻഡിപെൻഡൻ്റ് ഉള്ള ഓൾ വീൽ ഡ്രൈവിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതായിരുന്നു. അത് മാജിക് കാർപ്പറ്റ് എന്നൊക്കെ പറയുന്നു. ഞാൻ മാജിക് കാർപ്പറ്റ് എന്ന് പറയില്ല. അപ്പോൾ ഡസ്റ്റ് നോക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ലാഭത്തിൽ ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഇത് കോൺട്രാക്ടറാണ്. നിങ്ങൾ പറയുമോ ഇഞ്ചക്ടേഷൻ വണ്ടി വാങ്ങാനാണോ പറയുന്നത്? ഞാൻ പറയുന്നത് വാങ്ങാനാണ്. കാരണം വാങ്ങിയിട്ട് ആ ഒരു കംപ്ലയിൻസ് മാറ്റാനുള്ള കാശും കൂടി നമുക്ക് ബാർഗൻ ചെയ്ത് വില കുറച്ച് കിട്ടിയാൽ നമുക്ക് നല്ല പുതിയ ഇഞ്ചക്ടർ വെച്ച് നമുക്ക് ഓടിക്കാം. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അത് മാത്രമല്ല 85 PS ഇടുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. 85 PS റിലയബിൾ ആണ്. 85 PS എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാണ്ട് ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഡസ്റ്ററാണ്. അതിൻ്റെ പിന്നിൽ ടോർഷൻ ബീമാണ്. അത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ അത് ഇൻഡിപെൻഡൻ്റ് വേണമെന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ 2 മോഡലായി, ഫോർഡ് ഇക്കോസ്പോർട്ടും റെനോ ഡസ്റ്ററും. ഇപ്പോൾ ഡസ്റ്റർ വന്നോണ്ടേ അപ്പോൾ നിരത്തിലില്ലാത്ത വണ്ടി വാങ്ങിയുള്ള സങ്കടം വേണ്ട. ഫോർഡിൻ്റെ കാര്യം പറയുമ്പോൾ കമ്പനിയേ ഇല്ല. റെനോ എന്ന് പറയുമ്പോൾ ഡസ്റ്റർ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ വീണ്ടും. ഡസ്റ്ററാണ്, പേര് ഒന്ന് തന്നെയാണല്ലോ, പഴയതാണ് പുതിയതാണെങ്കിലും. ഓക്കെ, 2 വണ്ടി. മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് മഹീന്ദ്ര ബൊലേറോ ആണ്. ബൊലേറോ എന്ന് പറയുമ്പോൾ ഈ ബൊലേറോ ആളുകൾ വാങ്ങി ഉപയോഗിക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ അത്രയും ബെയർ ബോണായിട്ടുള്ള വണ്ടി ഇന്ത്യയിൽ വിൽക്കുന്ന നമ്പേഴ്സ് കേട്ടിട്ട് കിളി പോയിട്ടുണ്ട് അല്ലേ? അത്രയും വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ വാഗമണ് പോയപ്പോൾ ഏറ്റവും പുതിയ ബൊലേറോ 2 അവിടെ കണ്ടു, ബ്ലാക്ക് കളർ. അപ്പോൾ ബൊലേറോ ബാക്കിൽ ലീഫാണ്, ഒരു റുഡിമെൻ്ററി ആണ്, യാത്രയും വലിയ സുഖമൊന്നുമില്ല. പക്ഷേ റിലയബിലിറ്റിയുടെ അങ്ങേയറ്റമാണെന്നുള്ളതുകൊണ്ടും ഒരു ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഒരു വണ്ടി എന്നുള്ളതുകൊണ്ടും മൈലേജ് ഉണ്ട് എന്നുള്ളതുകൊണ്ടും എനിക്ക് തോന്നുന്നു ബൊലേറോ ഒരു ചോയ്സായിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന റൂറൽ ഏരിയ വയ്ക്കുക, നിങ്ങൾക്ക് ഹൈവേ റണ്ണൊക്കെ കുറവാണെന്ന് വയ്ക്കുക, വളരെ നല്ല ഓപ്ഷനാണ്. ഏത് വർഷവും പണിയാം, വലിയ മെക്കാനിക്കൽ പ്രശ്നങ്ങളില്ല. പിന്നെ പിക്കപ്പ് ഇഷ്ടം പോലുള്ളതുകൊണ്ട് എല്ലാ വർഷവും ഈ സാധനം പണിയാൻ അറിയാം. ബാക്കിൽ ലീഫ് അടിക്കേണ്ടി വരും. ഓക്കെ, എന്നാലും ബൊലേറോ എപ്പോഴും വിൽക്കുന്നൊരു വണ്ടിയാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. അതായത് അന്നും എന്നും നിരത്തിലുള്ള വണ്ടി എന്ന നിലയ്ക്ക് ബൊലേറോ ഒരു നല്ല ചോയ്സ് ആയിട്ട് തോന്നിയത്. അതായത് ഒരു ഇത്തിരി റെഡിമെൻ്ററി ആണെന്നുള്ള ഓക്കെയാണ്, പക്ഷേ ഒരു വലിയ ഒരു വണ്ടിയുടെ ഷേപ്പാണ്. അപ്പോൾ താറൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുള്ളൂ. താറൊക്കെ വാങ്ങി ആ റൈഡ് ക്വാളിറ്റിക്ക് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഒരു ഇത്തിരി വലിയ വണ്ടിയുടെ ഒരു ലുക്കുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, ഒരു വീലൊക്കെ ഒന്ന് പുറത്ത് കല്ലിട്ട് കാണാനൊരു ഇത്തിരി ഒരു മാച്ചോ ലുക്കൊക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ വണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ബൊലേറോ ഒരു ഓപ്ഷനാണ്. അത് ഈ 5 SUV-കളിലൊന്നായിട്ട് ഞാൻ പറയുകയാണ്, കാരണം എനിക്കത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഹുണ്ടായുടെ വെന്യൂ ഞാൻ കണ്ടു. വെന്യൂ ഇതിനകത്ത് പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ വെന്യൂ ഞാൻ പറയുന്നില്ല. കാരണം വെന്യൂടെ പെട്രോൾ മോഡലാണ് കണ്ടത്. 5 ലക്ഷം രൂപ താഴെ വെന്യൂ കിട്ടില്ല. പക്ഷേ ക്രെറ്റ കിട്ടും, പഴയ ക്രെറ്റ കിട്ടും. ആ ക്രെറ്റ അല്ലെങ്കിൽ ആ ഹുണ്ടായുടെ i20 എന്ന് പറഞ്ഞ വണ്ടിയുടെ പൈസയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കാര്യമില്ല. എന്നാലും ആ ഡീസലുകൾ എന്ന് പറയുന്നത്, പഴയ ഹുണ്ടായി ഡീസലുകൾ എന്ന് പറയുന്നത് 50,000 കിലോമീറ്ററിന് പുറത്ത് ഓടിക്കഴിഞ്ഞാൽ വലിയ റിലയബിൾ അല്ല നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് 2 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് ക്രെറ്റ ഉണ്ടല്ലോ, പഴയ ഷേപ്പ് ക്രെറ്റ, അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതിന് ലിമിറ്റഡ് എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ക്രെറ്റ എന്ന് പറയുന്നത് 1.6 ആണ്. അത് കാലം കൊടുത്ത അത്യാവശ്യം പറഞ്ഞ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുവിശ്വസിക്കൊന്നും അല്ലെങ്കിലും ഒരു വലിയ വണ്ടി വേണം, ഒരു SUV വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്രെറ്റ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്രെറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന വണ്ടികളിലൊന്നാണ് ക്രെറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ ജനറേഷൻ എന്ന നിലയ്ക്കൊക്കെ ഒരു ക്രെറ്റ വാങ്ങിയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ക്രെറ്റയല്ല വാങ്ങിയത്, ഏത് ക്രെറ്റ അറിയില്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഫേക്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഫേക്കിന് നമ്മുടെ ഒരു ചോയ്സ് അല്ലാട്ടാ, എന്നാലും ഫേക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ 4 കഴിഞ്ഞു. 4 എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് റെനോ ഡസ്റ്ററാണ്. ഇപ്പോൾ ഇക്കോസ്പോർട്ട് ഓക്കെ, ഇക്കോസ്പോർട്ട് ഞാൻ ഫോർഡ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ ക്രെറ്റയും ബൊലേറോയൊക്കെ ഈ നമ്പർ തയ്ക്കാൻ വേണ്ടി പറഞ്ഞ പോലെ കണ്ടാൽ മതി. അതായത് അത്ര വലിയ ഒരു ആകർഷണമായിട്ടില്ല, പക്ഷെ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇനി 5ാമത്തെ വണ്ടി. ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് ടാറ്റയുടെ വണ്ടിയാണ്. ടാറ്റയുടെ വണ്ടി എന്ന് പറയുമ്പോൾ ടാറ്റ നെക്സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി എന്ന് പറയുന്നത് ടാറ്റ സഫാരി സ്റ്റോമാണ്. സഫാരി സ്റ്റോം എന്തല്ലേ, അത് ഒരു വലിയ വണ്ടിയാണ്. ടാറ്റ സഫാരി ഫാൻസിന് സഫാരി ഇതുവരെ വാങ്ങിയിട്ടില്ല, ഒരു സഫാരി വാങ്ങി ഓടിക്കാൻ ആഗ്രഹമുണ്ട്. അത് ഈ ജന്മത്തിൽ നടക്കുമോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വാങ്ങി ഓടിച്ച് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു വണ്ടിയാണ് ടാറ്റ സഫാരി സ്റ്റോം എന്ന് പറയുന്നത്. ഈ സ്റ്റോമിൻ്റെ ഡീസൽ വലിയ മൈലേജ് ഉള്ള വണ്ടിയല്ല, പക്ഷെ അത് ഓടിക്കാൻ നല്ലതാണ്, റൈഡ് ക്വാളിറ്റി നല്ലതാണ്. അത് ഒരു വലിയ വണ്ടിയാണ്, കാണാൻ ഒരു വലിയ സൈസുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് റോഡ് പ്രസൻസ്, വലിയ വണ്ടി, കംഫർട്ടായിട്ടുള്ള യാത്ര എന്നുള്ളതാണ്. പ്രശ്നങ്ങളെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികളുടെ പഴയ വണ്ടികളുടേതായിട്ടുള്ള എഞ്ചിന് റിലയബിൾ ആണെങ്കിൽ കൂടി ബാക്കിയുള്ള ചെറിയ ചെറിയ പീസുകളുടെ ഇഷ്യൂസ്, ഇലക്ട്രിക് ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് അതും ഒരു ബാർഗെയിനായിട്ട് കിട്ടുകയാണെങ്കിൽ 5 ലക്ഷം നോക്കുക, നമ്മൾ ബോർഡർ ലൈൻ വയ്ക്കുന്നതാണ്. 5 ലക്ഷം എത്തണ്ട, അതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല ഒരു പ്രൈസിന് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല മോഡൽ കിട്ടും. ആ ലാസ്റ്റ് വന്ന മോഡലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ അത് ഓടിയിട്ടില്ലെങ്കിൽ കേട്ടോ, ചുമ്മാ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കാവുന്നൊരു വണ്ടിയാണ് സഫാരി സ്റ്റോം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ. അതായത്
മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, കംപ്ലയിൻസ് തീർക്കണം. അതൊക്കെ ഏത് വണ്ടി വാങ്ങിയാലും ഉണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു വാങ്ങിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഈ എഫേർട്ട് എടുത്ത് ഈ വലിയ വണ്ടിക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള തോന്നലുണ്ടാക്കാൻ തക്കവണ്ണം കൊള്ളാവുന്ന ഒരു വണ്ടിയായിട്ടാണ് ഞാൻ സ്ട്രോമിനെ കാണുന്നത്. എനിക്ക് മനസ്സിലുള്ള വണ്ടികളൊന്ന് സ്ട്രോമായിരുന്നു. അത് ഈ പറഞ്ഞ മാതിരി നല്ല വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് ഓടിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ എപ്പോഴും 20 കിലോമീറ്റർ മൈലേജുള്ള വണ്ടി, ഡീസൽ വണ്ടി വാങ്ങുന്നതിന് ഉദ്ദേശം അതാണ് ആസ്പെയറോട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ്പെയർ മാറിയിട്ട് നമ്മൾ ഡെയിലി ഡ്രൈവ് ആയിട്ട് പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും എൻ്റെ മുഖത്തേക്ക് മുഖം ചുളിക്കുന്നുണ്ട്. നീ ഈ ജിമ്നി വെച്ചിട്ട് ഈ 9 കിലോമീറ്റർ മൈലേജുള്ള ഈ വണ്ടി കൊണ്ട് ഓട്ടോമാറ്റിക് കൊണ്ട് എങ്ങനെയാണ് ഡെയിലി ഡ്രൈവ് നടക്കുന്നതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, മേക്ക് സെൻസ്. അതൊക്കെ സെൻസ് ആണ്, അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 5 വണ്ടികളിൽ ഏറ്റവും അൺറിലയബിൾ ആയിട്ടുള്ള വണ്ടി കൂടിയാണ് സഫാരി സ്ട്രോം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ കൂടി ഞാൻ ലിസ്റ്റായിട്ട് പറയാണ്. ഈ സെർച്ചിൽ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ സെർച്ചിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ്, അവൈലബിൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു 6ാമത്തെ ഒരു വണ്ടി കൂടി പറയാം. എപ്പോഴും നമ്മളൊരു ബോണസ് വണ്ടി കൂടി പറഞ്ഞിട്ടില്ല നമ്മൾ നിർത്താറുള്ളൂ. അത് മഹീന്ദ്ര XUV 500 ആണ്. 500 ഫസ്റ്റ് ജനറേഷൻ മാനുവൽ മോഡൽ. ഓക്കെ, മഹീന്ദ്ര വണ്ടിയുടെ എഞ്ചിനുകൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡും ഗിയർ ബോക്സ് സൈഡും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം, സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. കണ്ട ഒരു വലിയ വണ്ടിയാണ്. അതിനകത്ത് 7 സീറ്റ് ഉണ്ട്. ഇപ്പോൾ ആ മഹീന്ദ്രയുടെ ആദ്യ മോണോക്കോക്കുകളൊന്ന് എന്നുള്ളൊരു നിലയ്ക്ക് കാറ് പോലെ ഓടിക്കാവുന്ന വണ്ടിയാണ്. അതും ഓടാതെ കിടക്കുന്ന വണ്ടികൾ, അധികം ഓടാത്ത വണ്ടികൾ എടുക്കരുത്. കാരണം മഹീന്ദ്ര ഡീസലുകൾ ഓടാതെ കിടന്നാൽ, എല്ലാ ഡീസലുകളും ബേസിക്കലി ഓടാതെ കിടക്കുമ്പോൾ അതിന് കംപ്ലയിൻസ് കൂടുതലാവില്ല. അത് കോൺട്രറി ടു പോപ്പുലർ ഒപ്പീനിയൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഡീസൽ വണ്ടികൾ എപ്പോഴും ഓടണം എന്ന് പറയില്ലേ, അതുകൊണ്ട് ഓടിയ വണ്ടികൾ 50,000 പ്ലസ് ഒക്കെ ഓടിയ വണ്ടികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു വണ്ടിയായിട്ട് XUV 500 കാണാം. ഈ 500 ഫസ്റ്റ് ജനറേഷൻ ഒരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ബോഡിയിൽ ഇരുമ്പിൽ തുരുമ്പുള്ള ഒരു വണ്ടിയാണ് മഹീന്ദ്ര ആ ഒരു XUV 500 അതുകൊണ്ട് തന്നെ തുരുമ്പിനെ സൂക്ഷിക്കാൻ, തുരുമ്പില്ലാത്ത വണ്ടി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. തുരുമ്പുണ്ടാവും, പക്ഷേ അത് വളരെ കാര്യമായിട്ട് ഓട്ടയായിട്ടില്ല, അല്ലെങ്കിൽ തുരുമ്പ് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് ആ വണ്ടിക്ക് ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കണമെന്നേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കാൻ രസമാണ്. അതിൻ്റെ ഒരു മെയിൻ 2 പ്രശ്നങ്ങളും തുരുമ്പ് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു കലവല സൗണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടും എനിക്കിഷ്ടമില്ല, പക്ഷേ ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കൊടുക്കുന്നത് ഞാൻ പറയുന്നത് വലിയ പ്രശ്നമില്ലാത്ത ഡീസൽ SUV എന്നല്ല, വാങ്ങിയാൽ വള്ളിയാവാത്ത ഡീസൽ SUV എന്നും പറയുന്നില്ല. പക്ഷേ 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഞാൻ കണ്ട SUV എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു നല്ല ബഡ്ജറ്റാണ്. ഇപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യത്തിലധികം വണ്ടികൾ കിട്ടാണ്ട് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ കോൾസൊക്കെ കിടപ്പുണ്ട്, പഴയ ഇന്നോവയൊക്കെ കിടപ്പുണ്ട്. ഫസ്റ്റ് ജനറേഷൻ നല്ല ഇന്നോവ ഒരു 3 ലക്ഷം രൂപയ്ക്ക് കണ്ടു. പക്ഷേ കണ്ടുപോയി നോക്കിയപ്പോഴേക്കും വണ്ടി വിറ്റുപോയായിരുന്നു. അതായത് ആ ട്രഡീഷണലായിട്ട് കാണുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ, ആ ടോപ്പ് എൻഡ് മോഡൽ എന്നുള്ള ആദ്യ ജനറേഷൻ ഇന്നോവ എന്ന് പറയുന്നത്, അതിനൊക്കെ ഒരു രസമുണ്ട് ഓടിക്കാൻ, ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. പക്ഷേ പലരും പറയുന്ന പോലെ റൈഡ് ക്വാളിറ്റിയുടെ അങ്ങേയറ്റം ഒന്നുമല്ല ഇന്നോവ. അത് ഇന്നോവ അന്നത്തെ കാലത്തെ റൈഡ് ക്വാളിറ്റി വെച്ച് നോക്കിയാൽ അത് ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് വണ്ടികളൊക്കെ മാറി എന്ന് പറയുമ്പോൾ വണ്ടികളുടെയൊക്കെ സ്വഭാവം മാറി, വണ്ടികളിലൊക്കെ എല്ലാ തരം ഐഡിയയും മാറിയിട്ടുണ്ട്. വണ്ടികളിപ്പോൾ ഒന്നും നമ്മൾ അന്ന് ഉദ്ദേശിച്ച പോലെ ഒന്നല്ല. അതുകൊണ്ട് തന്നെ അന്ന് കണ്ട ഇന്നോവയെ പൊക്കിയിട്ട് അതാണ് മാറിയതെന്നും പറയരുത്. അത് ഓക്കെ അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ ഡസ്റ്റർ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ അന്ന് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനായിട്ട് വന്ന 4 വീൽ ഡ്രൈവ് ഒക്കെ ആ ഒരു വണ്ടിക്ക് ആ വണ്ടിയേക്കാൾ കൂടുതൽ റൈഡ് ക്വാളിറ്റി ആണെന്നാണ് പല ആളുകളും ഡസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഡസ്റ്റർ ഓടിച്ചിട്ടില്ല, ഡസ്റ്റർ ഓടിച്ചതിനെ കുറിച്ച് പറയാൻ പറ്റും. ബാക്കിൻ്റെ ഓപ്ഷൻ ബീമാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ബൊലേറോയ്ക്ക് പറയുന്നത് സ്കോർപ്പിയോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് സ്കോർപ്പിയോക്കാളും നമുക്ക് റിലയബിലിറ്റിയും അല്ലെങ്കിൽ കൊണ്ടുനടക്കാനും എളുപ്പം എന്ന് പറയുന്നത് ബൊലേറോ ആണ്. അതായത് ഓടിക്കാനും അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള സുഖമല്ല ഞാൻ ഉദ്ദേശിച്ചത്, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സുഖമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓടിക്കാൻ ഫണ്ണും അതുപോലെ രസവും കാണാൻ ഭംഗിയും വലിപ്പവും ഒക്കെ സ്കോർപ്പിയോക്കാണ്. അപ്പോൾ സ്കോർപ്പിയോ, ബൊലേറോ, സഫാരി, ഇന്നോവ എന്നുള്ള വണ്ടികൾ, അതല്ലാതെ ഡസ്റ്റർ 85 വള്ളിയല്ലാത്ത വണ്ടി, ഡസ്റ്റർ 110 അത്യാവശ്യത്തിന് വള്ളിയുണ്ട് പക്ഷേ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഇക്കോസ്പോർട്ട് ഓക്കെ, അതായത് ഒരു വെരി ഗുഡ് ഓപ്ഷനാണ്. പിന്നെ ക്രെറ്റയുടെ ഫസ്റ്റ് ജൻ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് അത്ര വലിയ മെയിൻ ബെനിഫിറ്റ് ഇല്ല, പക്ഷേ 1.6 എഞ്ചിനുണ്ട്. ഇത്രയും ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഏതിനെ കുറിച്ച് പറയണം, ഡീസലിൻ്റെ എന്താണ് ബാക്കി. അപ്പോൾ നമ്മൾ ആദ്യം ഡീസലിൽ വാങ്ങാവുന്ന ഡീസൽ കാറുകളെ കുറിച്ച് പറഞ്ഞു, സാധാരണ വണ്ടികൾ. പിന്നെ ഇപ്പോൾ SUVകളെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാനുള്ളത് ലക്ഷറി സെഗ്മെൻറ്റാണ്. ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് പോകാം. ലക്ഷറി സെഗ്മെൻറ്റ് പോകേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്കത് നോക്കാം. അപ്പോൾ ശരി, അടുത്ത വീട് വരാം.